നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. സ്ക്രാപ്പ് വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പ്. ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. GST പരിശോധനയിൽ 200 കോടിയുടെ ഇടപാടിൽ 30 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. പ്രതി നാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കൊച്ചിയിലെ GST ഓഫീസിലേക്ക് കൊണ്ടുപോയി. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ അർദ്ധരാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 4 വയസ്സുകാരി മരിച്ചു. മരിച്ചത് മുള്ളൂർക്കര സ്വദേശി ഉനൈസിന്റെ മകൾ നൂറ ഫാത്തിമ. അപകടം KSRTC ബസ് ഗൂഡ്സ് ഓട്ടോറിക്ഷയ്ക്ക് പിറകിലിടിച്ച്. അപകടത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഗുരുതര പരിക്ക്. സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് നൂറാണിയിലെ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ വിചിത്ര നീക്കം. ഗോഡൌൺ കഞ്ചിക്കോട്ടെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനു പിന്നിൽ അഴിമതിയെന്ന് തൊഴിലാളികൾ. കെട്ടിട ഉടമയും കൺസ്യൂമർ ഫെഡ് ഉന്നതരും തമ്മിലുള്ള വഴിവിട്ട നീക്കം ആരോപിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരം. തകർന്നു വീഴുന്നത് തലമുറകൾക്ക് അറിവ് പകർന്ന അക്ഷരഗോപുരം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാലത്തൂർ SRVLP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു തുടങ്ങി. വിദ്യാലയത്തിന്റെ ദുരവസ്ഥയ്ക്കു കാരണം മാനേജ്മെന്റിന്റെ നിരുത്തരവാദ സമീപനമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി. വാർത്തകൾ വിശദമായി. ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. 200 കോടിയുടെ ഇടപാടിൽ 30 കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. GST വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സ്ക്രാപ്പ് വ്യാപാരത്തിന്റെ മറവിൽ ഓങ്ങല്ലൂർ സ്വദേശി നാസർ നടത്തിയ കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയത്. GST വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ ഓങ്ങല്ലൂർ സ്വദേശി നാസറിനെ അറസ്റ്റ് ചെയ്തത്. 200 കോടിയുടെ ഇടപാടിലൂടെ 30 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി ഇയാളുടെ ഓങ്ങല്ലൂരിലുള്ള 3 സ്ഥാപനങ്ങൾ സംസ്ഥാന GST വകുപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. 80ഓളം വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിയെടുത്താണ് നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിൽ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷൻ ലോഞ്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരിൽ പോലും വ്യാജരേഖകൾ ചമച്ച് രജിസ്ട്രേഷനുകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പുലർച്ചെ ഇയാളുടെ വസതിയിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊച്ചിയിലെ GST ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ KSRTC ബസ് ഗൂഡ്സ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 4 വയസ്സുകാരി മരിച്ചു. മുള്ളൂർക്കര സ്വദേശി ഉനൈസിന്റെ മകൾ നൂറ ഫാത്തിമയാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ഗൂഡ്സ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന മാതാപിതാക്കളായ മുള്ളൂർക്കര സ്വദേശി ഉനൈസ്, ഭാര്യ റൈഹാനത്ത് എന്നിവർക്കും അപകടത്തിൽ സാരമായി പരിക്കേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന KSRTC ബസ് ഇതേ ദിശയിൽ വന്നിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിറകിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ താലൂക്ക് കൺവെൻഷൻ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബാംബു വർക്കേഴ്സ്, കള്ളുചെത്ത് തൊഴിലാളികൾ, ആർട്ടിസാൻ തൊഴിലാളികൾ തുടങ്ങിയ എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തിരുത്താൻ ആവശ്യമായ ഇടപെടലാണ് തൊഴിലാളി വർഗം നടത്തേണ്ടത്. എല്ലാ മേഖലയിലെയും തൊഴിലാളികളുടെയും എല്ലാ മേഖലകളുടെയും ജീവിത നിലവാരവും തകർക്കുമ്പോൾ ആ തകർക്കുന്നതിന് കാരണം എന്താണ്? അതിന് മുഖ്യ കാരണം എന്താണ്? മൂലകാരണം എന്താണ്? ആ മൂലകാരണം കണ്ടെത്തി ആ മൂലകാരണം ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് തൊഴിലാളി വർഗം നടത്തേണ്ടത്. കൺവെൻഷനിൽ CITU താലൂക്ക് പ്രസിഡന്റ് PN മോഹനൻ അധ്യക്ഷത വഹിച്ചു. M. തുളസീദാസ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് സെക്രട്ടറി TP ഭാസ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. C. രാധാകൃഷ്ണൻ, K. രാമകൃഷ്ണൻ, വിജയൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് നൂറണിയിലെ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ വിചിത്ര നീക്കം. നീക്കത്തിന് പിന്നിൽ അഴിമതിയെന്നാരോപിച്ച് തൊഴിലാളികൾ രംഗത്തെത്തി. ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് സംയുക്ത സമര സമിതി ആവശ്യപ്പെട്ടു. പാലക്കാട് നൂറണിയിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ കഞ്ചിക്കോട്ടെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് നീക്കം. അണിയറയിൽ ഈ നീക്കം തകൃതിയായി നടക്കുന്നതിനെതിരെയാണ് തൊഴിലാളികൾ സമരവുമായി രംഗത്തു വന്നത്. കൺസ്യൂമർ ഫെഡിന് ലക്ഷങ്ങളുടെ ബാധ്യത വരുന്ന നീക്കത്തിന് പിന്നിൽ
കെട്ടിടോടമയും കൺസ്യൂമർ ഫെഡിലെ ഉന്നതരുമാണെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. നൂറണിയിലെ ഗോഡൌൺ മാറ്റുന്നതിലൂടെ കയറ്റിറക്ക, പാർക്കിംഗ്, തൊഴിലാളികളുടേതുൾപ്പെടെ നൂറുകണക്കിന് പേരുടെ തൊഴിൽ നഷ്ടമാകും. അകാരണമായ ഗോഡൌൺ മാറ്റുന്നതിനെതിരെ AITUC, STU തൊഴിലാളി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചു. 25 വർഷത്തോളം കാലമായി ഇവിടെ ഈ കൺസ്യൂമർ ഫെഡ് പാലക്കാട് ജില്ലാ വിതരണ കേന്ദ്രം സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഇവിടെയുള്ള സീനിയർ മാനേജറും റീജിയണൽ മാനേജറും ഉൾപ്പെടെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പുതിയ പെട്രോൾ പമ്പിന് ഇവർ കമ്മീഷൻ വ്യവസ്ഥയിൽ പെട്രോൾ പമ്പ് കൊടുക്കുകയും ഇവിടുത്തെ കൺസ്യൂമർ ഫെഡ് ഗോഡൗൺ കഞ്ചിക്കോട്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വളരെ വേദനാജനകമായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. 12 കൊല്ലമായി ഇവിടുത്തെ റീജിയണൽ മാനേജറും ഗോഡൗൺ മാനേജറും മാറാതെ, അതിന് മുമ്പെല്ലാം 2 വർഷം കൂടുമ്പോൾ ഇവിടുത്തെ മാനേജർമാരും മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 12 കൊല്ലമായിട്ട് ഈ ഇവിടുത്തെ ഒരേ മാനേജർമാർ തന്നെ ഇവിടെ തുറന്നിരിക്കുകയാണ്. അത് അവരുടെ ഇവിടെ ഈ കൺസ്യൂമർ ഫണ്ടിൽ ഇപ്പോൾ നമ്മൾ 15 വർഷം പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ഇവിടെ 83 സെൻറ്റ് സ്ഥലം ഈ പാലക്കാട് ഹൃദയഭാഗത്ത് ഉണ്ടായിട്ടും ഇത് പുനർനിർമ്മിക്കാതെ ഇപ്പോൾ 1 ലക്ഷം രൂപ വാടകയും 10 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് ഈ കഞ്ചിക്കോട് എന്ന് പറയുന്ന കാട്ടുമുക്കി പോയിട്ട് ഇത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ 83 സെൻറ്റ് സ്ഥലം ഹൃദയഭാഗത്ത് ഇതിനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് 25 വർഷമായിട്ട് സ്വന്തമായി ഭൂമിയും കെട്ടിടമുള്ള ഈ സ്ഥാപനം 20 കുടുംബങ്ങളെ പട്ടിണിയിലാക്കിക്കൊണ്ട് ഭീമമായ തുകക്കാണ് ഇവർ ഇവിടെ നിന്ന് ഈ കെട്ടിടം വാടകയ്ക്ക് കൊണ്ടുപോകുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉൾപ്പെടെയുള്ളവർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KPA മജീദ്, നഗരസഭാ കൗൺസിലർമാരായ M സുലൈമാൻ, ഹസനുപ്പ, PS വിപിൻ, AITUC ജില്ലാ പ്രസിഡന്റ് P ശിവദാസൻ, സെക്രട്ടറി NG മുരളീധരൻ നായർ, AM തങ്കച്ചൻ, അനിൽ ബാലൻ, VN കൃഷ്ണൻ, A സലീം, A മുസ്തഫ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 9-ന് ഒറ്റപ്പാലത്ത് തുടങ്ങും. കേരള ചലച്ചിത്ര അക്കാദമി, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് എന്നിവയുടെ സഹകരണത്തോടെ 12 വരെയാണ് ചലച്ചിത്രോത്സവമെന്ന് ഡയലോഗ് ഫിലിം സൊസൈറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്റർ സ്ക്രീൻ 1, സ്ക്രീൻ 2, തിയേറ്റർ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ നടക്കുക. 4 ദിവസങ്ങളിലായി 40ഓളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും പ്രദർശിപ്പിക്കും. 9-ന് വൈകിട്ട് 4:30-ക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിക്കും. വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കമാൾ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. അനോറ, ദി സബ്സ്റ്റൻസ്, ഫാമിലി, ഫോളൻ ലീവ്സ്, സംഘർഷഘടന, റിപ്റ്റൈഡ്, പാരഡൈസ്, പാത്ത്, നീക്യാപ്പ്, നോ അതർ ലാൻഡ്, കാമദേവൻ നക്ഷത്രം കണ്ടു, എമിലിയ പെരസ്, പെർഫെക്റ്റ് ഡേയ്സ് തുടങ്ങി 40ഓളം ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിമുകളും പ്രദർശിപ്പിക്കും. VC അഭിലാഷ്, രാജേഷ് ജെയിംസ്, ആരണ്യ സഹായ്, ആദിത്യ ബേബി, VK അഫ്രാദ്, കൃഷ്ണാന്ത്, ജിതിൻ, ഐസക് തോമസ്, അഭിലാഷ് ബാബു, സിറിൽ എബ്രഹാം, ഡെന്നിസ്, ഉദയരാജ് തുടങ്ങിയ സംവിധായകരും അഭിനേതാക്കളായ ശങ്കർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിഷ്ണു അഗസ്ത്യ, എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ രേവതി ലോൾ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുക്കും. 10-ന് വൈകിട്ട് നയം വ്യക്തമാക്കുന്നു മലയാള സിനിമയുടെ ഭാവി എന്ന വിഷയത്തിൽ ഓപ്പൺ ഡയലോഗ് സംഘടിപ്പിക്കും. 11-ന് വൈകുന്നേരം മനുഷ്യാനന്തരകാലത്തെ സിനിമ എന്ന വിഷയത്തിലാണ് ഓപ്പൺ ഡയലോഗ്. 12-ന് സമാപന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിനിമ ഫ്രെയിമിംഗ് പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള പലസ്തീനിയൻ സിനിമകളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്രാവശ്യം തടവറയിലെ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം. അതായത് സ്റ്റാൻ സ്വാമി, GN സായിബാബ, ഉമർ ഖാലിദ്, സഞ്ജീവ് ഭട്ട് തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. നമ്മുടെ ലോകം മൊത്തം മുതലാളിത്ത ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അദൃശ്യ പ്രിസൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുറച്ച് സിനിമകളും അതിനോടുള്ള ചർച്ചകളും ആണ് ഈ പ്രാവശ്യത്തെ ഫീഡ്ബാക്കിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സംഘാടക സമിതി ജനറൽ കൺവീനർ അഖില ഹരികൃഷ്ണൻ, അതുൽ കിഷൻ, NM നാരായണൻ നമ്പൂതിരി, ജയകൃഷ്ണൻ വല്ലപ്പുഴ, PK ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
തകർന്നു വീഴുന്നത് തലമുറകൾക്ക് അറിവ് പകർന്ന അക്ഷരഗോപുരം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാലത്തൂർ SRV LP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു തുടങ്ങി. മാനേജ്മെന്റിന്റെ നിരുത്തരവാദ സമീപനമാണ് വിദ്യാലയത്തെ ഈ ദുരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഷൊർണൂരിലെ ചുടുവാലത്തൂർ SRV LP സ്കൂളിന്റെ അവസ്ഥയാണിത്. വിദ്യാർത്ഥികൾ മുഴുവനും കൊഴിഞ്ഞുപോയതോടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് ഈ വിദ്യാലയം അടച്ചുപൂട്ടിയത്. നിരവധി തലമുറകൾക്ക് അറിവിൻ്റെ മാധുര്യം പകർന്ന അക്ഷരകേന്ദ്രത്തിൻ്റെ തകർച്ച അന്ന് തുടങ്ങിയതാണ്. അടച്ചുപൂട്ടിയ സ്കൂൾ പൊളിച്ചു നീക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. സർക്കാർ തീരുമാനം വരുന്നതിനു മുമ്പ് തന്നെ വിദ്യാലയത്തിൻ്റെ മേൽക്കൂരയിൽ ഒരു ഭാഗം നിലംപൊത്തി. സ്കൂളുമായി ബന്ധപ്പെട്ട ക്രയവിഷയങ്ങൾ നടത്താൻ മാനേജ്മെൻറ്റ് മറുപടി നൽകണമെന്നിരിക്കെ വിദ്യാഭ്യാസ വകുപ്പ് നിരവധി തവണ കത്തുകൾ അയച്ചിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ലെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 2024 അവസാനമായി ഒരു വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത്. സ്കൂൾ വരും തലമുറയ്ക്കായി നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ അധ്യാപികയായിരുന്ന റഷീദ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. പക്ഷേ 2024 അവസാനത്തെ വിദ്യാർത്ഥിയും പടിയിറങ്ങി. ഇതോടെ സ്കൂളിന് പൂട്ടുവീണു. മാനേജ്മെൻറ്റിൻ്റെ നിരുത്തരവാദപരമായ സമീപനത്താലാണ് ഈ പൊതുവിദ്യാലയം തകർച്ചയിലെത്തിയതെന്ന് വിദ്യാലയ സംരക്ഷണ സമിതി പ്രതിനിധി അനിൽകുമാർ ആരോപിച്ചു. നിലവിൽ SRV LP സ്കൂള് നിലനിർത്തുന്നതിന് വേണ്ടി ഏതാണ്ട് 4-5 വർഷക്കാലമായി ജനകീയമായ കമ്മിറ്റികൾ കൂടുകയും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അത് നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ പല ഘട്ടങ്ങളിലും ഉണ്ടായി. നഗരസഭയുടെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തും അനുകൂല നിലപാട് വരുമ്പോൾ മാനേജ്മെൻറ്റ് അത്തരത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചില്ല. മാനേജ്മെൻ്റ് ആവശ്യം സ്കൂള് പൂട്ടുക എന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിന് വ്യക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇടവേള. പട്ടാമ്പി ശ്രീ പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായി. വിവിധ വേലകൾ ക്ഷേത്രത്തിൽ സംഗമിച്ചത് വർണ്ണാഭമായി. ഡിസംബർ 31 കൂറേടൽ ചടങ്ങോടുകൂടിയാണ് ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. വിവിധ ദേശങ്ങളിൽ നിന്ന് ആനകളുടെയും കാളകളുടെയും തിറകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വാദ്യമേളങ്ങളോടുകൂടി നടന്ന വേലകളുടെ വരവ് നയനമനോഹരമായി. താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും തോൽപ്പാവക്കൂത്തും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കാലത്ത് ഗണപതി ഹോമത്തോടെയാണ് താലപ്പൊലി മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ശ്രീധരം ചുമരത്തുമന ശ്രീധരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ സംസ്ഥാനതല മദ്രസ സർഗമേള 11 പറളി മുജാഹിദീൻ അറബിക് കോളേജിൽ നടക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് KNM ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഉണ്ണീൻകുട്ടി മൗലവി അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ട്രോഫികളും സമ്മാനങ്ങളും സമാപന സെഷനിൽ വിതരണം ചെയ്യും. ജില്ലാതല സർഗമേളകളിൽ 1ാം സ്ഥാനം നേടിയ 1000-ഓളം പ്രതിഭകൾ സംസ്ഥാന സർഗമേളയിൽ മാറ്റുരയ്ക്കും. മുഴുവൻ ജില്ലകളിൽ നിന്നും പ്രതിഭകളെത്തും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 54 ഇനങ്ങളിലാണ് മത്സരം നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ T അബ്ദുൽ അസീസ് സുല്ലമി, M ഹംസ പുല്ലങ്കോട്, PMA വഹാബ്, NAM ഇസഹാക്ക് മൗലവി, P ഉമ്മർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചരമം. ഷൊർണൂർ കവളപ്പാറ താമരത്തുകുണ്ട് EMS കോളനി ഷീല നിവാസിൽ ഷീല നിര്യാതയായി. 60 വയസ്സായിരുന്നു. ഭർത്താവ് ബാലസുബ്രഹ്മണ്യൻ. മക്കൾ ശിവകുമാർ, ഷീബ, ഷീജ. മരുമക്കൾ ചിന്നമുത്തു, സുന്ദർരാജ്, ശ്രീനിഷ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ക്രാപ്പ് വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പ്. ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. GST പരിശോധനയിൽ 200 കോടിയുടെ ഇടപാടിൽ 30 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. പ്രതി നാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കൊച്ചിയിലെ GST ഓഫീസിലേക്ക് കൊണ്ടുപോയി.
വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ അർദ്ധരാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 4 വയസ്സുകാരി മരിച്ചു. മരിച്ചത് മുള്ളൂർക്കര സ്വദേശി ഉനൈസിന്റെ മകൾ നൂറ ഫാത്തിമ. അപകടം KSRTC ബസ് ഗൂഡ്സ് ഓട്ടോറിക്ഷയ്ക്ക് പിറകിലിടിച്ച്. അപകടത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഗുരുതര പരിക്ക്. സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് നൂറാണിയിലെ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ വിചിത്ര നീക്കം. ഗോഡൌൺ കഞ്ചിക്കോട്ടെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനു പിന്നിൽ അഴിമതിയെന്ന് തൊഴിലാളികൾ. കെട്ടിട ഉടമയും കൺസ്യൂമർ ഫെഡ് ഉന്നതരും തമ്മിലുള്ള വഴിവിട്ട നീക്കമാരോപിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരം. തകർന്നു വീഴുന്നത് തലമുറകൾക്ക് അറിവ് പകർന്ന അക്ഷരഗോപുരം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാലത്തൂർ SRVLP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു തുടങ്ങി. വിദ്യാലയത്തിന്റെ ദുരവസ്ഥയ്ക്കു കാരണം മാനേജ്മെന്റിന്റെ നിരുത്തരവാദ സമീപനമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.